നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷി പണിയിലൊരു തരികിട എപ്പിസോഡ് എന്ന് പറയും കേട്ടോ. അത് പണ്ട് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, വാഴ നനയുമ്പോൾ ചീരയ്ക്കും കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ അത് ഇന്ന് നമ്മൾ പ്രായോഗികമാക്കാൻ പോവുകയാണ്. ഇന്നല്ല, നമ്മൾ മുന്നേ ഒരു 5-6 വർഷം മുമ്പ് ഒരു ചെങ്ങാലിക്കോടൻ്റെ ഒരു വാഴത്തോട്ടത്തിൽ നമ്മൾ വെച്ചപ്പോൾ വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റി നമുക്കത്. അന്ന് നമ്മൾ ചെയ്തിരുന്നത് ചാരി കൂടെ വെള്ളം വിട്ടിട്ടുള്ള ഒരു നനയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ശരിക്കും തടത്തിൽ വെള്ളം നിൽക്കുകയും തൈടലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള വാഴയ്ക്ക് നിലവിൽ ചെയ്യുന്നത് തുള്ളി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. തുള്ളി തന്നെ ചെയ്യുമ്പോൾ ശരിക്കും അത്ര അങ്ങോട്ട് മുകളിലേക്ക് വെള്ളം വരില്ല, എന്നാൽ മണ്ണിലടിയിൽ വെള്ളം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ വാഴയ്ക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചീരയുടെ പദ്ധതി മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തത് വാഴയ്ക്ക് നനയ്ക്കുക അതേപോലെ ഡ്രിപ്പറാണ് ചെയ്തിരുന്നത്. പക്ഷേ ഡ്രിപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗം മാത്രമേ നനയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ഏറ്റവും ചെറിയ മിസ്റ്റ് സ്പ്രിംഗ്ലർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇതിന് പകരമായിട്ട് വെക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഇതേപോലെ ഇതൊന്ന് ഊരിയെടുത്തിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ഇടാൻ പാടില്ല, ഇട്ട് കഴിഞ്ഞാൽ മൊത്തം റേഡിയസിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ തല കീഴായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ഈ വാഴയുടെ ഒരു 2 അടി റേഡിയസിൽ ഇതിൻ്റെ മൊത്തം കിട്ടും. അപ്പം നമ്മളൊരു വടി കുത്തി കൊടുക്കുക. വടി കുത്തി കൊടുത്തതിന് ശേഷം ഒരു വള്ളി വെച്ചിട്ട് ഇത് കെട്ടാം. അതുപോലെ സെറ്റാക്കിയിട്ട് തല കീഴാക്കി ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കറങ്ങിയിട്ട് വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചീരത്തൈകൾ. ഇത് ഏകദേശം നമ്മൾ പാകിയിട്ട് ഒരു 2 ആഴ്ചയായി. ഇപ്പം പറിച്ച് നടാനായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് നടാൻ പോവുകയാണ്. ഇതിൽ തന്നെ നല്ല ആരോഗ്യമുള്ള തൈകളാണ്, നമ്മൾ വലിയ തൈകളാണ് നമ്മൾ നോക്കിയിട്ട് പറിച്ച് നടാൻ പോകുന്നത്. ഇത് നടുമ്പോൾ പാകുമ്പോൾ നമ്മൾ ചാണകപ്പൊടി, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണും അതേപോലെ വേപ്പിൻ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രയലാണ് ഇത് ഇട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് നല്ല ആരോഗ്യത്തോടു കൂടി ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പറിച്ച് നടാം. നമ്മൾ പറിക്കുമ്പോൾ പരമാവധി മണ്ണ് ഇളകാതെ രീതിയിൽ, മണ്ണ് ഇതിന്ന് വേരുന്ന് പൂർണ്ണമായിട്ട് വിടാത്ത രീതിയിൽ നല്ല തൈകൾ നോക്കിയിട്ട്, നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കിയിട്ട് പറിച്ച് നടണം കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ചീരത്തൈകൾ ഇതേപോലുള്ള തൈകൾ, പച്ചക്കറി ചെറിയ തൈകളൊക്കെ നടുമ്പോൾ വൈകിട്ട് സന്ധ്യ നേരത്ത് വേണം നടാൻ കേട്ടോ. ഉച്ച തിരിഞ്ഞിട്ട് വെയിലാറിയിട്ട്, അല്ലെങ്കിൽ ചൂട് കാരണം ഇവർക്ക് പെട്ടെന്ന് വാട്ടം വരും. അതുകൊണ്ടാണ് വൈകിട്ടുള്ള സമയത്ത് നടണമെന്ന് പറയണത്. അപ്പം നമ്മൾ നടാൻ പോവാണ് കേട്ടോ. ഇത് വളരെ ചുറ്റോറമുള്ള ഈ ചാലെടുത്തിട്ടുള്ള ചാലിൻ്റെ പരമാവധി ഗ്യാപ്പ്, അതിൻ്റെ തടം വിട്ടിട്ട്, അതിൻ്റെ വാഴയുടെ കട വിട്ടിട്ട് കുറച്ച് ഈ തടത്തിൻ്റെ എൻഡിലായിട്ട് വേണം നമുക്ക് നടാനായിട്ട്. അപ്പോൾ അത് മണ്ണ് പരമാവധി ഓൾറെഡി നമ്മൾ എല്ലാ വളങ്ങളും വാഴയ്ക്ക് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചീര നടുമ്പോൾ ഒരു വളം ചെയ്യണമെന്നില്ല. നനവും ഉണ്ടാവും, അതേപോലെ കുമ്മായും ചാണകപ്പൊടി എല്ലുപൊടി വെപ്പുണ്ടാക്കുക എല്ലാതും കൂടിയിട്ട് പച്ചിലയുടെ വളങ്ങളും എല്ലാം നിലവിൽ ഓൾറെഡി മണ്ണിൻ്റെ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരട്ടി വിളവ് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മണ്ണിളക്കമുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചീരയ്ക്ക് വേരോട്ടം കിട്ടും. ഈ ചീര നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വേരോട്ടമുള്ള സ്ഥലം വേണം. അതായത് മണ്ണിളക്കി നല്ല മണ്ണിളക്കമുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. ഇതിൻ്റെ തണ്ടിനും ഇലക്കൊക്കെ നല്ല വിളവ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിളക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈക്കോട്ട കൊണ്ട് ഇതേപോലെ കളച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ പാകി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു കാര്യം ഈ സമയത്ത് ചെയ്യേണ്ടതില്ല. കേടുണ്ടെങ്കിൽ വരാതെ നോക്കുക എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, തടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 1 മണിക്കൂറൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം നല്ല ഇറുപ്പായിട്ട് തടത്തിൽ കംപ്ലീറ്റ് ഇറുപ്പാവും.
അപ്പോൾ വീട്ടിൽ അത്യാവശ്യം വാഴയും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഇടവേളയായിട്ട് ഇതേപോലത്തെ ഐറ്റംസ് തരികിട പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടി ലാഭം കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നഷ്ടം കൊടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ഓൾറെഡി ഇതിനുള്ള വളങ്ങളും വെള്ളമൊക്കെ ചീരയ്ക്കും കിട്ടും. അപ്പോൾ നല്ല വിളവിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് നമുക്ക് അടുത്തുള്ള വീഡിയോകളിൽ കാണുന്നതായിരിക്കും. കുഞ്ഞു നടുണ്ടോ? കുഞ്ഞു നട്ടോ എന്നാ നോക്കിയേ വെക്കേ ഇവിടെ കയറിയിരുന്നോ? അത് കയ്യിലത്തെ കളയേ പിടിക്കാച്ച നട്ട പോലെ നട്ട്. ആ ഈ മണ്ണോണ്ട് സൈഡിലിരിക്കുന്നു ഒപ്പാക്കുക പോലെ അമർത്തണ്ട. അപ്പോൾ ചീരയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ കോമ്പൗണ്ടായിട്ട് നമ്മൾ ഇതേപോലെ ഒരു നെറ്റ് കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴികൾ ഉണ്ട്, കോഴികൾ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചീരയൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ മണ്ടയൊക്കെ കൊത്തി തിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു വല കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു തരികിട എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.